എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. ഞാൻ തോറ്റുപോയി. അവൾ എന്റെ കുടുംബത്തിന് പേരുദോഷം വരുത്തി. അവൾ എന്റെ തലമുറയ്ക്ക് ശാപം വരുത്തി. അമ്മേ, ജീവിതം പോലും മടുത്ത ഘട്ടത്തിലാ ഞാൻ സ്വാമിനി അമ്മയെ തേടി വന്നേ. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. ആ കടപ്പുറത്തുകാരന്റെ കുഞ്ഞും ഈ ഭൂമിയിൽ പിറക്കാൻ പാടില്ലമ്മ. അമ്മ ചോദിക്കുന്ന എന്തും ഞാൻ തരാം. ചെയ്യാൻ പാടില്ലാത്ത കർമ്മോ, പക്ഷെ ചെയ്യാതെ തരമില്ലല്ലോ. കളക്ടർക്ക് എന്താ വേണ്ടത്? ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല അല്ലേ? അതെ. കുടുംബത്തിന് നഷ്ടപ്പെട്ട മാനം തിരിച്ചു പിടിക്കണമല്ലേ? അതെ. അല്ലെങ്കിലും ഞാൻ ഈ ഭൂമിയിൽ ശപിക്കപ്പെട്ടവനായിട്ട് അറിയേണ്ടി വരും. എന്നെ തേടി വന്ന ഒരാളെയും ഞാൻ നിരാശയോടെ മടക്കി വിട്ടിട്ടില്ല. കഠോര കർമ്മങ്ങൾ ചെയ്യുമ്പോ പലപ്പോഴും അതിന്റെ ഫലം ഞാനും കൂടി അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. എങ്കിലും സാരമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ്. അഘോര ശക്തികൾ അവളുടെ ഗർഭപാത്രത്തിൽ നുഴഞ്ഞു കയറി ആ കുഞ്ഞിനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. ഒടിവിദ്യയുടെ വളരെ സൂക്ഷ്മമായ, അങ്ങനെ അധികം ആരും പരീക്ഷിക്കാത്ത ഒരു വിദ്യയാണ്. ഞാൻ ചെയ്തു തരാം, പക്ഷേ ചെലവ് കുറച്ച് ഏറെയാവും. അതൊന്നും സാരമില്ലമ്മേ, എനിക്ക് കാര്യം നടന്നാൽ മതി. ശരി, മകളുടെ പേരും നാളും പറഞ്ഞോളൂ. പൂജ, ആയില്യ നക്ഷത്രം. ഈ 4 തകിടുകൾ അവൾ ഇപ്പോൾ താമസിക്കുന്ന വീടിന്റെ 4 മൂലകളിലായി കുഴിച്ചിടണം. 15 ദിവസത്തിനുള്ളിൽ അഘോര ശക്തികൾ ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യും. ആർക്കും ഒരു സംശയവും തോന്നില്ല. മതി, അത് മതി. കളക്ടർ സ്വന്തം കൈകൊണ്ട് തന്നെ ആ കർമ്മം നിർവഹിക്കണം. ഞാനോ? അതെ, നിങ്ങളല്ലാതെ ആര് ചെയ്താലും അതിന് ഫലം ഉണ്ടാവില്ല. കഴിയുമെങ്കിൽ ഇന്ന് രാത്രി തന്നെ അത് സാധിക്കണം. ഒരുപാട് വൈകിയാൽ തകിടിന്റെ ഫലസിദ്ധി നഷ്ടമാവും. വാങ്ങിക്കേ. ദക്ഷിണ ഇവിടെ ദേവീപീഠത്തിൽ സമർപ്പിച്ചോളൂ. ഫലോർപ്പാണല്ലോ അല്ലേ? കർമ്മം വിഘ്നങ്ങൾ കൂടാതെ പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ ഫലസിദ്ധി 100% ഉറപ്പാണ്. പൊയ്ക്കോളൂ. അയ്യോ, കറണ്ട് പോയല്ലോ. ആ ഇൻവെർട്ടറിലാണെങ്കിൽ ചാർജും ഇല്ല. ഇനി എന്ത് ചെയ്യാനാ? ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അവന്മാര് ഫോൺ എടുത്ത് താഴെ വെക്കും. അതെ, അതൊരു വല്ലാത്ത ആചാരം തന്നെ. നീ ഒരു കാര്യം ചെയ്യ്, ആ എമർജൻസിയിൽ ആകുമ്പോഴത്തേന് ചാർജ് ഉണ്ടോന്ന് നോക്കിയേ. അതൊക്കെ പണ്ടേ ചത്തതാ. ഞാൻ വല്ല മെഴുകുതിരിയും തപ്പിയെടുക്കാം. ഇനി അതല്ലേ മാർഗം. ചെന്ന് നോക്കിയേ. ദൈവത്തെ കൂട്ടുപിടിച്ച് എന്നെ തോപ്പിക്കാനായി ഇവിടെ പലരുടെയും പദ്ധതി. എന്നെ തോപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അവരെ തോപ്പിക്കാൻ ഞാൻ ചെകുത്താനെ കളത്തിലിറക്കും.
കറണ്ട് ഇല്ലേ? പതിവില്ലാതൊരു കറണ്ട് പോക്ക്. കറണ്ട് പോയോ? ആ അതെ അളിയാ, പതിവില്ലാത്തൊരു കറണ്ട് പോക്ക്. ആരത്? എന്താളിയാ? ആദി അവിടെ ആരെ കണ്ട പോലെ. ദത്താ എന്താ? ഉദ്ദേശിച്ചൊന്നുമില്ല. പിന്നെ ആരെയോ കണ്ടെന്ന് പറഞ്ഞല്ലോ. അല്ല, അവിടെ എന്തോ ഒരു നിഴല് പോലെ. നിഴലോ? എവിടെ? എന്താ ദത്തേട്ടാ? ഒന്നുമില്ലടി, വെട്ടമില്ലാത്തോണ്ടേ അവരെവിടെയോ നിഴലിനൊക്കെ കണ്ടെന്ന്. നിഴലോ? ആ, എന്നാൽ ഈ നേരത്ത് കറണ്ട് ഒരു വഴിയില്ലല്ലോ. മുത്തശ്ശി, ഇലക്ട്രിസിറ്റി ബോർഡ് വിളിച്ചില്ലേ? ആ കാര്യമല്ലേ ഞങ്ങളിവിടെ പറഞ്ഞോണ്ടിരിക്കുന്നേ. അവരെ വിളിക്കുന്നതും വിളിക്കാത്തതും ഒക്കെ കണക്കാ. ഫോൺ കിട്ടിയിട്ട് വേണ്ടേ? അയ്യോ, ഇനി ഫ്യൂസും കാണാൻ പോയതാണോ? ആ അതിന് സാധ്യതയുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി നോക്കാം. ബൈ, പിടിച്ചോ. ശരി. സൂക്ഷിക്കണേ ആദി. അവൻ ജനിച്ചു വളർന്ന വീടാ, അവനറിയാം. എന്നാലും അവനൊന്നും സൂക്ഷിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതാരാ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തേ? കറണ്ട് വന്നല്ലോ. മുത്തശ്ശി, മെയിൻ സ്വിച്ച് ആരോ ഓഫ് ചെയ്തേക്കായിരുന്നു. അതാരാ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയേ? ആ അറിയില്ല. പിടിച്ച ആരാ അത്? അയ്യോ,